ഞാൻ ക്യാപ്റ്റൻ അബ്ദുൽ ഹമീദ് ഫ്രം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. മെയ് 4 നടക്കുന്ന നീറ്റ് 2025 അഡ്മിറ്റ് കാർഡ് NTA വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് A4 സൈസിൽ കളറായിട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടോ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക. 3 പേജുള്ള അഡ്മിറ്റ് കാർഡിൽ 2 പേജാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. അവസാനത്തെ പേജ് വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. ആദ്യത്തെ പേജിൽ വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ്, ഫോട്ടോ, സിഗ്നേച്ചർ, QR കോഡ്, റോൾ നമ്പർ, ബാർകോഡ് എന്നിവ നൽകിയിട്ടുണ്ട്. കൂടാതെ പരീക്ഷാ സമയം, റിപ്പോർട്ടിംഗ് ടൈം, അഡ്രസ്സ് എന്നിവ നൽകിയിട്ടുണ്ട്. 11 മണിക്കാണ് ടെസ്റ്റ് സെന്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് 1:30 മണിക്കാണ്. 1:30 മണിക്ക് ശേഷം പരീക്ഷാ ഹാളിൽ ചെന്നാൽ ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ ടെസ്റ്റ് സെന്ററിൽ എത്തുക. പരീക്ഷാ സെന്റർ അറിയുന്നതാണ് എങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പോവാം. അറിയാത്ത സെന്റർ ആണ് എങ്കിൽ 3-ാം തീയതി സെന്റർ പോയി കണ്ട് ആ സെന്ററിലേക്കുള്ള ദൂരവും സമയമൊക്കെ ക്ലിപ്തപ്പെടുത്തുക. അഡ്മിറ്റ് കാർഡിന്റെ 1-ാമത്തെ പേജിൽ താഴെ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. അതിന് താഴെയുള്ള 3 ബോക്സുകളിൽ ഇടത്തെ ബോക്സിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. അപ്ലിക്കേഷൻ്റെ സമയത്ത് അപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ ആണ് നിങ്ങൾ ഇവിടെ ഒട്ടിക്കേണ്ടത്. 2-ാമത്തെ കോളത്തിൽ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ പതിപ്പിക്കുക. 3-ാമത്തെ കോളം ബ്ലാങ്ക് ആയി വെക്കുക. അത് പരീക്ഷാ ഹാളിൽ ചെന്നതിന് ശേഷം ഇൻവിജിലേറ്ററിന്റെ സാന്നിധ്യത്തിലാണ് ഒപ്പിടേണ്ടത്. 2-ാമത്തെ പേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുക. 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളവുമുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. ഇതേ പോസ്റ്റ് കാർഡ് സൈസ് നിങ്ങൾ അപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേ ഫോട്ടോ ആണ് ഒട്ടിക്കേണ്ടത്. 3-ാമത്തെ പേജിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് നന്നായി വായിക്കുക. പരീക്ഷാ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ, അറ്റൻഡൻസ് ഷീറ്റിൽ ഒട്ടിക്കാൻ ഒരു എക്സ്ട്രാ ഫോട്ടോ, കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും തമ്പ് ഇംപ്രഷനും ഉള്ള 2 പേജ് അഡ്മിറ്റ് കാർഡ്. കൂടാതെ ഭിന്നശേഷിക്കാരനാണ് എങ്കിൽ PWD സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. ആധാർ കാർഡ് നിർബന്ധമാണ്. ഫോട്ടോ ID ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ആധാർ കാർഡാണ്. പക്ഷെ ആധാർ കാർഡിൽ വല്ല തെറ്റുണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു അഡീഷണൽ ഫോട്ടോ ID കരുതാം. അത് വോട്ടർ ID ആവാം, പാസ്പോർട്ട് ആവാം, ആൾ ടിക്കറ്റ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം. ഒരു എക്സ്ട്രാ ഫോട്ടോ ID കൂടി കയ്യിൽ കരുതുക. കൂടാതെ തമ്പ് ഇംപ്രഷൻ പതിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സീൽ പാഡിൽ കൈവിരൽ മുക്കിയതിന് ശേഷം അത് ഒരു റഫ് പേപ്പറിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രമേ 2-ാമത്തെ കോളത്തിൽ പതിപ്പിക്കാവൂ. അല്ലെങ്കിൽ മഷി പരക്കാൻ സാധ്യതയുണ്ട്. പരീക്ഷാ സെന്ററിലേക്ക് വാച്ച്, ഇലക്ട്രോണിക് ഐറ്റംസ്, ഓർണമെന്റ്സ്, മെറ്റൽ ഐറ്റംസ് മുതലായവ യാതൊരു കാരണവശാലും ക്യാരി ചെയ്യരുത്. എന്ന് മാത്രമല്ല അത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അഥവാ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അത് പാരൻസിൻ്റെ കൈവശം ഏൽപ്പിച്ചതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് കയറുക. പരീക്ഷ കഴിഞ്ഞ് OMR ഷീറ്റിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കുക. ടെസ്റ്റ് ബുക്ക്ലെറ്റ് മാത്രം നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം. ടെസ്റ്റ് ബുക്ക്ലെറ്റിൽ റഫ് വർക്ക് ചെയ്യാൻ ഉള്ളിൽ ധാരാളം സ്പേസ് ഉണ്ട്. ആ സ്പേസ് മാത്രം ഉപയോഗിക്കുക. എക്സ്ട്രാ പേപ്പർ തരുന്നതല്ല. പരീക്ഷ ഹാളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചെന്ന് വരാം. ഇൻവിജിലേറ്റർ സംസാരിക്കാം, പരീക്ഷാ പേപ്പർ ഇത്തിരി വൈകി തന്നേക്കാം, പരീക്ഷാ പേപ്പർ ഇത് കുറച്ച് നേരത്തെ വാങ്ങാൻ ശ്രമിക്കാം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളൊരു വൈകാരിക പക്വത കാണിച്ച് പൊട്ടിത്തെറിക്കാതെ വളരെ സമചിത്തതയോട് കൂടിയായിരിക്കണം പെരുമാറേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പരീക്ഷ വൃത്തിയായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. 22 ലക്ഷം ആളുകൾ എഴുതുന്ന പരീക്ഷയാണ് നീറ്റ് 2025. അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി പോയി എഴുതുക. പ്രാർത്ഥനയോടു കൂടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു വെരി മച്ച്.